ഒരു ടി വിയിലെ പ്രോഗ്രാം സമൂഹത്തിലെ ആളുകളുമായി സംവദിക്കുന്ന വിഷയത്തിലെ ഒരു ചർച്ച ചെയ്തൊരു വിഷയം ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഒരു സാറ് പറയുകയാണ്, ഒരു കുട്ടിയുടെ നഗ്നത കണ്ടാൽ ഒരു പുരുഷന് ലൈംഗികത തോന്നും. അപ്പോൾ കുട്ടി ചോദിക്കുകയാണ്, എനിക്ക് ചോദിക്കാനുള്ള ബയോളജി സാറിനോട്, സാറ് പറഞ്ഞു ഒരു സ്ത്രീയുടെ നഗ്നത കണ്ടാൽ പുരുഷന്മാർക്ക് ലൈംഗികത തോന്നുമെന്നല്ലേ സാർ? ഒരാണിൻ്റെ വിഷം പ്രകാരം സ്ത്രീയുടെ നഗ്നത കണ്ടാൽ അവരുടെ തലച്ചോറിലെ ചില ഭാഗങ്ങൾ ആക്റ്റീവ് ആകും. അതാണ് ലൈംഗികത ഉണ്ടാക്കുന്നത്. അത് ബയോളജിയാണ്. സ്ത്രീ അതെപ്പോഴും അങ്ങനെ തന്നെയാണോ സാർ? സാർ അതെ, അതൊക്കെ നമ്മുടെ നിയന്ത്രണത്തിലല്ല. സ്ത്രീ ചിരിച്ചുകൊണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് ഒരു സ്ത്രീ നിങ്ങളുടെ സ്വന്തം അമ്മയോ പെങ്ങളോ വിവസ്ത്രയായി കിടക്കുമ്പോൾ താങ്കൾക്ക് ആദ്യം തോന്നുന്നത് സഹായിക്കണമെന്നാണോ അതോ ലൈംഗികതയാണോ സാർ? ഇവിടെ ചർച്ചയിലുണ്ടായൊരു വിഷയമാണ് ഞാനിവിടെ അവതരിപ്പിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സ്ത്രീ നഗ്നയായി കണ്ടാൽ അവളെ കാണുന്ന ഏത് പുരുഷനും അവളോട് പാപം ചെയ്യും എന്നുള്ള ഒരു ധാരണ പൊതുസമൂഹത്തിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. അതെവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുരുഷ മേധാവിത്വമുള്ള ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായി കടന്നു വന്നിട്ടുള്ളൊരു മനോവൈകൃതമാണിത്. പലരുടെയും വിചാരമെന്ന് പറയുന്നത് വ്യഭിചാരം എന്ന പാപത്തിൻ്റെ ഹേതു സ്ത്രീയുടെ നഗ്നതയും സ്ത്രീയുടെ വസ്ത്രവുമാണെന്നാണ്. ഇപ്പോൾ പല സുവിശേഷ പ്രഘോഷകരും വ്യഭിചാരം എന്ന പാപത്തെക്കുറിച്ച് ക്ലാസ് എടുക്കാൻ ആരംഭിച്ചാൽ പിന്നെ പറയാൻ ആഗ്രഹിക്കുന്നത് സ്ത്രീകളുടെ വസ്ത്രധാരണത്തെക്കുറിച്ചുള്ള പരിഹാസങ്ങളായിരിക്കും. അവൾ അങ്ങനെ ധരിച്ചു, ഇവൾ ഇങ്ങനെ ധരിച്ചു. അപ്പോൾ യഥാർത്ഥ ക്രൈസ്തവ സുവിശേഷത്തിൽ ഇപ്രകാരം സ്ത്രീയുടെ നഗ്നതയാണോ വ്യഭിചാരം എന്ന പാപത്തിൻ്റെ ഹേതുവായിരിക്കുന്ന വസ്തുത എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് മനസ്സിലാക്കണമെങ്കിൽ യേശുക്രിസ്തു തൻ്റെ സുവിശേഷ പ്രസംഗത്തിൽ ഒരിടത്ത് പോലും സ്ത്രീയുടെ വസ്ത്രമാണ് വ്യഭിചാരത്തിൻ്റെ പാപഹേതു എന്ന് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, സുവിശേഷ പ്രസംഗത്തിൽ എവിടെയും യേശുക്രിസ്തു സ്ത്രീയുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് ഒരിക്കലും പരാമർശിച്ചിട്ടുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സൂചന പ്രസംഗം നമ്മളോട് കടന്നു വരുന്നത് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന ചെറിയൊരു മനോവൈകൃതത്തിന് പരമായിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ പുരുഷ മേൽക്കോയ്മയുടെ ഭാഗമായിട്ടുണ്ടായിരിക്കുന്ന ഒരു വൈകൃതത്തിൻ്റെ ഭാഗം തന്നെയാണ്. യേശുക്രിസ്തുവാണ് ചരിത്രത്തിൽ ആദ്യമായി സമൂഹത്തോട് പഠിപ്പിക്കുന്നത്, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ അവളുമായി ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു എന്നുള്ള പ്രബോധനം. അപ്പോൾ സ്ത്രീയുടെ വസ്ത്രം എന്തു തന്നെയായാലും, പൂർണ്ണമായും നല്ല വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ ആയാൽ പോലും അവളെ നോട്ടം കൊണ്ട്, ആസക്തിയുള്ള നോട്ടം കൊണ്ട് പാപം ചെയ്യുവാൻ ഒരു പുരുഷന് കഴിയുമെന്ന് യേശുക്രിസ്തു പഠിപ്പിക്കുക. തുടർന്ന് ഈശോ വചനത്തിൽ പറയുകയാണ്, നിന്റെ വലത് കണ്ണ് നിനക്ക് പാപഹേതുവാകുന്നുവെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് കളയുക, നിന്റെ വലത് കരം നിനക്ക് പാപഹേതുവാകുന്നുവെങ്കിൽ അത് വെട്ടിമാറ്റിക്കളയുക. അതായത് വ്യഭിചാരം എന്ന പാപത്തിൻ്റെ കാരണമായി ഈശോ പറയുന്നത് ആസക്തിയോടുള്ള നോട്ടം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന സംഭവമാണത്. അടുത്തത് യേശു പഠിപ്പിക്കുന്നത് നിന്റെ കണ്ണിൻ്റെ നോട്ടം, കണ്ണാണ് നിനക്ക് പാപഹേതുവെങ്കിൽ അത് എടുത്തു കളയുക. അടുത്തത് കടന്നു പിടിക്കുന്ന കൈ, സ്ത്രീയെ കടന്നു പിടിക്കുന്ന കൈയാണ് നിനക്ക് പാപഹേതുവെങ്കിൽ അത് വെട്ടിക്കളയുക. എന്നിട്ട് യേശുക്രിസ്തു വ്യഭിചാരം എന്ന പാപഹേതുവിന് ശക്തമായ വാണിംഗ് തരികയാണ്. കണ്ണോ കയ്യോ ഇല്ലാത്തവനായി സ്വർഗത്തിൽ പോവുകയാണ്, രണ്ട് കണ്ണുള്ളവനായും രണ്ട് കൈയുള്ളവനായും നരകത്തിൽ പോകുന്നതിനേക്കാൾ നിനക്ക് നല്ലത്. യഹൂദന്മാർ അതുവരെ കേൾക്കാത്തൊരു പ്രബോധനം, സ്ത്രീയുടെ വസ്ത്രത്തെക്കുറിച്ച് പറയുന്ന, വ്യഭിചാരത്തെക്കുറിച്ച് ദാവീദ് ബത്ശബയുടെ കുളിസീൻ കാണുന്നതിന് വർണ്ണിക്കുന്ന, അപ്പോൾ ദാവീദിന്റെ കുറ്റമല്ല, അവൾ കുളിക്കുന്ന കുറ്റമാണ് എന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന പഴയ നിയമ കാഴ്ചപ്പാടിന് മുഴുവൻ മാറ്റിവെച്ചുകൊണ്ട് യേശുക്രിസ്തു വളരെ വ്യക്തമായി പ്രബോധനം നൽകുകയാണ്. സ്ത്രീയുടെ വസ്ത്രമല്ല, പുരുഷന്റെ കണ്ണ്, പുരുഷന്റെ ഹൃദയം, പുരുഷന്റെ കൈ
ഇതാണ് പാപത്തിന് ഹേതുവായ വസ്തുത എന്ന്. ഇത് തന്നെയാണ് ആ സാറിനോട് ആ സ്ത്രീ ചോദിച്ചത്. ആ കുട്ടി ഇങ്ങനെ ചോദിച്ചു, നിന്റെ അമ്മയോ നിന്റെ പെങ്ങളോ ആണ് വിവസ്ത്രയായി നിൽക്കുന്നത് എങ്കിൽ നീ ഇപ്രകാരം വസ്ത്രമില്ലാത്തവളെ കാണുമ്പോൾ ബലാത്സംഗം ചെയ്യുവാൻ ശ്രമിക്കുമോ എന്ന ചോദ്യത്തിന് ആ സാറിന് ഉത്തരം ഉണ്ടായില്ല. ഇത് സുവിശേഷ പ്രഘോഷകർ മനസ്സിലാക്കണം, പ്രസംഗിക്കുന്ന വൈദികർ മനസ്സിലാക്കണം, ക്രിസ്ത്യാനികൾ മനസ്സിലാക്കണം. ഞാനിത് പറയുന്നതിന് പറയണം, സ്ത്രീകൾക്ക് അല്പവസ്ത്രം ധരിക്കുന്നതിന് വേണ്ടിയുള്ള ലൈസൻസ് അല്ല അവിടെ പറയുന്നത്. പല സ്ത്രീകളും തങ്ങളുടെ ശരീരം 10 പേര് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അപ്രകാരം വസ്ത്രം ധരിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകാം. ഇങ്ങനെ വസ്ത്രം ധരിക്കുന്ന സ്ത്രീകളെ കാണുമ്പോൾ ഒരു പുരുഷന് തോന്നേണ്ട മനോഭാവം എന്ന് പറയുന്നത് സഹതാപമായിരിക്കണം, അല്ലാതെ ലൈംഗിക വികാരമായിരിക്കരുത്. അതാണ് ഈശോ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ സഹതാപം തോന്നുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ സ്ത്രീകൾ ഈ വസ്ത്രധാരണം മാറ്റിവെക്കുക തന്നെ ചെയ്യും. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച് വിവാഹത്തിൻ്റെ അന്നൊക്കെ ധരിക്കുന്ന ചില വസ്ത്രങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കെട്ടിച്ചു കൊടുക്കുന്ന അച്ഛന്മാർക്ക് പോലും സങ്കടം തോന്നും. അപ്പോൾ അങ്ങനെയുള്ളൊരു നമ്മുടെ സമൂഹം മനസ്സിലാക്കണം, സമൂഹത്തിൽ ഇപ്രകാരമുള്ള ചില മനോഭാവങ്ങളുണ്ട്. അത് സംസ്കാരത്തിൻ്റെ പ്രശ്നമാണ്. കേരളത്തിലെ ചില സ്ഥലങ്ങളിൽ മുട്ടിന് താഴെ വസ്ത്രം ധരിക്കാതെ പെൺകുട്ടികൾ നടന്നാൽ, അതായത് ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലൊക്കെ മുട്ടോളമുള്ള പാവാട എടുത്തുകൊണ്ട് പെൺകുട്ടികൾ ഇഷ്ടം പോലെ വഴി നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ കേരളത്തിലെ ചില ജില്ലകളിലേക്ക് പ്രവേശിച്ചാൽ കണങ്കാല് വരെ വസ്ത്രമില്ലാതെ പെൺകുട്ടികൾ നടന്നാൽ എന്തോ ഒരു പാതകം ചെയ്തതുപോലെയുള്ള സംസ്കാരമുള്ള നാടാണ് കേരളം. ഒരിക്കലൊരു സുഹൃത്ത് പറയുകയാണ്, സ്ത്രീകളുടെ കഴുത്ത് കണ്ടാൽ ലൈംഗിക വികാരം പുരുഷന്മാർക്ക് ഉണരുമെന്ന്. ഞാനത് കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. അതുകൊണ്ട് സ്ത്രീകളുടെ കഴുത്ത് മറയ്ക്കണമെന്ന് പറയുന്ന സാംസ്കാരിക നായകന്മാരുള്ള നാടാണ് നമ്മുടെ കേരളം. ഇത് ഞാൻ പറഞ്ഞത് ഈ ഒരു തലത്തിൽ ചിന്തിക്കുമ്പോൾ സ്ത്രീയുടെ വസ്ത്രത്തെ അല്ല കുറ്റം പറയേണ്ടത്. യേശു തന്റെ സുവിശേഷ പ്രസംഗത്തിൽ ഒരിടത്തും സ്ത്രീയുടെ വസ്ത്രത്തെ പറ്റി പറഞ്ഞിട്ടില്ല. പുരുഷന്റെ കണ്ണിനെ കുറിച്ചാണ് യേശു ക്രിസ്തു പ്രബോധനം നൽകിയിട്ടുള്ളത്. നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. അത് അല്പവസ്ത്രം ധരിക്കുവാനുള്ള സ്ത്രീയുടെ അവകാശമല്ല, മറിച്ച് മാന്യമായ വസ്ത്രം ധരിക്കുവാനും സ്ത്രീയെ മാന്യമായ വസ്ത്രം ധരിക്കുമ്പോൾ അതിൽ കുറവുകൾ കണ്ടുകൊണ്ട് അവളെ കെട്ടിപ്പൂട്ടി വസ്ത്രത്തിനുള്ളിൽ അടക്കം ചെയ്യുന്നത് അത് ക്രൈസ്തവ ദർശനമല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ സുവിശേഷ ഭാഗം ഇവിടെ ഈ നോമ്പ് കാലത്ത് സ്മരിക്കുന്നതിന് വേണ്ടി പറയുന്നത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.